സാറേ, ഗുരുവായൂരിലെ ഒരു ഹോട്ടലിൻ്റെ തുളസിത്തറയിൽ ഒരു ഹക്കീം എന്ന് പറയുന്ന നാമധാരിയായ ഒരാൾ അയാളുടെ ഗുഹ്യരോമങ്ങൾ മറ്റും പറിച്ചിട്ടു. അപ്പോൾ ഇതേക്കുറിച്ച് ഒരു വീഡിയോ പുറത്തു വന്ന് ആളുകളൊക്കെ ശ്രദ്ധിച്ചത് BJP അനുഭാവി കൂടിയായ ശ്രീരാജിലൂടെയാണ്. പക്ഷേ ഈ വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ പുറത്ത് ശ്രീരാജിനെ തടങ്കലിൽ പാർപ്പിക്കുകയും ഈ കുറ്റം ചെയ്ത ആൾക്ക് മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ ശിക്ഷാ നടപടി ഏർപ്പെടുത്തുകയും ചെയ്തില്ല. ഇയാൾ ഇപ്പോഴും സ്വന്തമായി ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് വണ്ടി ഓടിച്ച് നടക്കുന്നു, ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് മനോരോഗമുണ്ടെന്ന് കാണാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ ആരാണ് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിച്ചത്? പോലീസാണോ? പോലീസ് കബളിപ്പിച്ചിരുന്നു എന്നുള്ളത് തുടക്കം പോലെ തന്നെ വ്യക്തമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദൃശ്യം ഞാനും ആ കാലത്ത് കണ്ടതാണ്. വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നല്ലോ. എന്തൊരു വൃത്തികെട്ട ജന്തുവാണ് ഇയാളെന്ന് നമുക്ക് ആ ദൃശ്യം കണ്ടാൽ തോന്നുകയും ചെയ്യുമായിരുന്നു. ഈ ഹക്കീം എന്ന് പറഞ്ഞത് അയാളും ആ ഹോട്ടലൊന്നും പ്രവർത്തിക്കാനൊന്നും പാടില്ല. അപ്പോൾ അന്ന് ഞാൻ ശ്രദ്ധിച്ചത് സത്യത്തിൽ ദൃശ്യത്തിനൊക്കെ മുമ്പ് ഞാൻ അങ്ങനെ ഈ ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് നോക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ പോലീസിന്റെ ഒരു അറിയിപ്പ് ആണ് ഞാൻ ശ്രദ്ധിച്ചത്. ഈ വീഡിയോ ആരും പ്രചരിപ്പിക്കരുത്, ഇയാൾ മാനസിക രോഗമുള്ള ഒരാളാണ്, ഈ വീഡിയോ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് മതസ്പർദ്ധ ഉണ്ടാക്കും, വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കും എന്ന് പോലീസിന്റെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. അപ്പൊ പോലീസിന്റെ നമുക്ക് തോന്നിയത് വളരെ നിഷ്കളങ്കമാണെന്ന് തോന്നി. അതായത് പോലീസ് പറയുകയാണ്, അവൻ ഒരുത്തൻ ഇങ്ങനെ ചെയ്തു, നിങ്ങളാരും ഈ വീഡിയോ ഇനി ആരും കാണേണ്ടതില്ല, വീഡിയോ ഒന്നും നിങ്ങൾ കാണേണ്ടതില്ല, ഇത് നിങ്ങൾ പ്രചരിപ്പിക്കാനും പാടില്ല, അവന് തോന്നുന്നത് നടത്തിക്കോട്ടെ, നിങ്ങൾ പ്രചരിപ്പിക്കണ്ട, നിങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് മതസ്പർദ്ധയാണ്, മതസ്പർദ്ധയ്ക്ക് കാരണമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും. ഇതാണല്ലോ പോലീസ് പറഞ്ഞത്. ഇത് ശരിയല്ലല്ലോ. അതെങ്ങനെയാണ് ശരിയാവുക? ഒരാൾക്ക് ഹിന്ദുമത വിരുദ്ധമായ എന്തും ചെയ്യാം അല്ലേ? അത് സമാധാന മതമാണ്, അത് സെക്കുലർ മതമാണ്. ഹിന്ദുമതം സമാധാന മതമല്ല. ഇതാണല്ലോ ഈ പോലീസ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹിന്ദുമതമല്ലേ ഈ രാജ്യത്ത് ആയിരക്കണക്കിന് നൂറ്റാണ്ടുകളായിട്ട് ഈ സഹിഷ്ണുത കൊണ്ട് കിടക്കുന്നതല്ലേ? സമൂഹത്തിന് സമനില ഉണ്ടായിരിക്കുന്നത് തന്നെ സനാതനധർമ്മം കൊണ്ടാണ്. കാരണം അങ്ങനെയാണ് സനാതനധർമ്മം പഠിപ്പിച്ചിരിക്കുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതല്ലേ? ലോക സമസ്ത സുഖിനോ ഭവന്തുവിന് മുമ്പൊരു ബ്രാക്കറ്റ് ഇല്ലല്ലോ. ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ബ്രാക്കറ്റ്? മാർക്സിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒഴിച്ചുള്ള എന്നൊരു ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. മാർക്സിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒഴിച്ചുള്ള ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നില്ല. ഇവരും കൂടി ഉൾപ്പെട്ട ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് സനാതന ധർമ്മം പറയുന്നത്. മോദി എപ്പോഴും പറയുന്ന ഒരു സംഗതി ഇല്ലേ, വസുദൈവ കുടുംബകം ഇല്ലേ? ഈ ലോകം മൊത്തത്തിലൊരു കുടുംബമാണെന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൂസീവ് ഫിലോസഫിയാണ് ഹിന്ദുമതം മുന്നോട്ട് വെച്ചത്. ഇസ്ലാം അങ്ങനെയല്ല, എക്സ്ക്ലൂസീവ് ആണ്, നമ്മൾ മാത്രമേ അല്ലേ? ലോക സാഹോദര്യമാണ് അവരും പറയുന്നത്, മാർക്സിസ്റ്റുകളും പറയുന്നത്. ദേശീയത എന്ന് പറഞ്ഞൊരു സംഗതി തൊട്ട് തെറിച്ചിട്ടില്ല. അപ്പോൾ ഇയാളുടെ കൂടെയാണെന്ന് പോലീസ് നിന്നത്. ഇത് സർക്കാർ പോലീസിന്റെ ഉന്നതങ്ങളിൽ നിർദ്ദേശിച്ചിട്ട് പോലീസ് പുറപ്പെടുവിച്ച അറിയിപ്പായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത്. അതെന്ത് വിചിത്രമാണെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഉടനെ ഈ ഹക്കീമിനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുകയല്ലേ വേണ്ട? അവനല്ലേ മതസ്പർദ്ധയ്ക്ക് കാരണമായ ഒരു പ്രവൃത്തി ചെയ്തത്? അതല്ല, ശ്രീരാജ് അല്ലേ? ശ്രീരാജ് കൈമൾക്കൊക്കെ എതിരെ കേസ്, അയാളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുക. ഇപ്പോഴാണ് ജാമ്യം കിട്ടുന്നത്. ഈ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വളരെ ശ്രദ്ധേയമായ വിധികൾ പുറപ്പെടുവിക്കുന്ന ഒരു ബഹുമാന്യ ജഡ്ജിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം മെഡിക്കൽ ടൂറിസം അല്ലേ, VIP-കളൊക്കെ ആനന്ദകുമാറിന്റെ കാര്യം വന്നപ്പോഴേ, മറ്റേ പാതിവില തട്ടിപ്പ്, മറ്റേ ജാമ്യ ഹർജിയൊക്കെ വരുമ്പോ ഇവര് ആശുപത്രിയിലാണ്, അപ്പോഴാണ് ഇവർക്ക് ഹൃദ്രോഗമൊക്കെ വരുന്നത് അല്ലേ VIP-കൾക്ക്. ഉടനെ ഇവര് കൊളാപ്സ്ഡ് ആവും. പോലീസ് വരുമ്പോ അതുവരെ കൊളാപ്സ് ആവില്ല, ഉടനെ കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. അപ്പോ ഇങ്ങനെ അദ്ദേഹം ഇപ്പോ ഈ ഹക്കീമിനെതിരെ അല്ലേ, പോലീസ് ചെയ്തത് ശരിയല്ല, പോലീസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട്
പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായം, ശ്രീരാജിന് കൊടുത്ത ജാമ്യവും ഒക്കെ വളരെ പറയുന്നുണ്ട്. ഇയാൾക്ക് ഇപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അപ്പൊ മനോരോഗമുള്ള ഒരാൾ ഇപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാന്ന് പറയുന്നതിന് തെറ്റല്ലേ? കോടതി ചോദിച്ചിട്ടുണ്ട്, മനോരോഗിയെങ്കിൽ എങ്ങനെ ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, മനോരോഗിയെങ്കിൽ എങ്ങനെ ഇയാൾക്ക്, പാരഡൈസ് എന്നാണ് ഇയാളുടെ റെസ്റ്റോറന്റിന്റെ പേര്, എങ്ങനെ ഇയാൾക്ക് ആ റെസ്റ്റോറന്റ് നടത്താൻ പറ്റും? റെസ്റ്റോറന്റിന്റെ ലൈസൻസ് ഇതും കൊടുത്തിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ ഈ ഹിന്ദു സമൂഹത്തിനെ അപമാനിക്കുകയാണ് ഈ ചെയ്തിരിക്കുന്നത്. ആ ഹിന്ദു സമൂഹത്തിനെ അപമാനിച്ച ശേഷവും ഇയാൾ ഹോട്ടൽ നടത്തുന്നു. കോടതി പറഞ്ഞിട്ടുണ്ട് ഇയാൾ മനോരോഗിയല്ല, മനോരോഗിയായ ആളല്ല ഇയാളെ വെറുതെ വിടരുത്. അപ്പോൾ ഈ വെറുതെ വിടാനായിട്ട് പോലീസ് ഒത്താശ ചെയ്തത് ശരിയല്ല, ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹക്കീമിനെതിരെ ഇനി കേസെടുക്കണം. ഹക്കീമിനെതിരെ അന്നേ കേസെടുത്താൽ മതിയായിരുന്നു, ഇല്ലേ? അതെ. ഹക്കീമിനെതിരെ കേസെടുത്ത ശേഷം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാകുമായിരുന്നു. പോലീസ് ഒരു മതത്തിന് വേണ്ടിയും, ഇല്ലേ? അതെ. ഒരാൾക്ക് വേണ്ടിയും ഒരു ഹോട്ടലിന് വേണ്ടിയൊക്കെ നിലകൊണ്ട പോലെയാണ് തോന്നിയത് നമുക്ക്. ഇവിടെ ഒരു മതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. കാരണം ഹിന്ദു വിരുദ്ധമായ നിലപാട് ഈ സർക്കാർ നിരന്തരം സ്വീകരിച്ചു പോരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത്. ഈ തുളസിത്തറ എന്ന് പറയുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമായി കരുതുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തികൾ മറ്റു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയല്ലേ. അതെ. അതിൻ്റെതായ മതപരമായ അവരുടെ വിശ്വാസത്തെ ലംഘിക്കാൻ പാടില്ലല്ലോ മറ്റൊരാള്. അപ്പൊ ആ ചെയ്ത് തെറ്റാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഇനി ഇയാള് ഈ ഹക്കീം എന്ന് പറഞ്ഞ ആള് സമൂഹത്തിന് പറ്റിയ ആളാണോ? അയാളല്ല എന്ന് അയാളുടെ ജീവിതം കൊണ്ട് അയാൾ തെളിയിച്ചിട്ടുള്ള ആളാണ്. അയാൾ നാറിയാണെന്നുള്ളത് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം ഈ പാരഡൈസ് ഹോട്ടൽ 3 തവണ ഈ കേടുവന്ന ഭക്ഷണം മനുഷ്യർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഹെൽത്ത് സ്ക്വാഡ് 3 തവണ അവിടെ കേടുവന്ന ഭക്ഷണം കൊടുത്തതിന് റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇയാള് ഈ അയ്യപ്പന്മാരുണ്ടാവുമല്ലോ ശബരിമലയ്ക്ക് പോകുന്ന, അങ്ങനത്തെ ബസ്സുകള് ഈ പാരഡൈസ് റെസ്റ്റോറന്റിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ബസ്സുകൾക്ക് കല്ലെറിയുമായിരുന്നു ഇയാള്. എന്ന് പറഞ്ഞാല് മതഭ്രാന്താണിത്. മനോരോഗമുണ്ട് ഇയാൾക്ക്, ശരിയാ, പക്ഷെ അതിനെന്റെ പേര് വേറെയാ, മതഭ്രാന്ത് എന്നാണ്. ലുണാറ്റിക് എന്നൊക്കെ പറയില്ലേ, അതാണ് മതഭ്രാന്താണ് അയാൾക്കുള്ളത്. പിന്നെ ഇയാളുടെ ശുചിമുറിയിൽ ഇയാൾ ഒളി ക്യാമറകൾ വെച്ചതായിട്ട് ആരോപണമുണ്ട് ഈ റെസ്റ്റോറന്റിന്റെ. അങ്ങനെയുണ്ട്. പൊതുവിലൊരു സാമൂഹ്യ വിരുദ്ധനാണ് അയാൾക്കിത് തുളസി ഇങ്ങനത്തെ ചെടിയാണ്, അതിന് ഹിന്ദു മതത്തില് പ്രാധാന്യമുണ്ട്, ക്ഷേത്രങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് മറ്റേ തീർത്ഥത്തിന്റെ കൂടെയൊക്കെ ചിലപ്പോ തുളസി മാലകൾ ചില ദൈവങ്ങൾക്കൊക്കെ പ്രത്യേകതകളാണ്. പല പൂക്കൾ, അല്ലേ? അതെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളും ജീവികളും എല്ലാം ചേർന്ന ഒരു ഇൻക്ലൂസീവ് സമൂഹമാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോ ഈ പരിസ്ഥിതിയൊക്കെ രാമായണം നോക്കിയാലും ഈ പരിസ്ഥിതിപരമായ ചിന്തകളുമൊക്കെ നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ കാണാം. ഇതേപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതും ഒക്കെ ഇത്തരം ചെടികളെയും പൂക്കളെയൊക്കെ പറ്റി, അരളി ഇല്ലേ, ഇങ്ങനത്തെ സംഗതികളൊക്കെ പറ്റി കൃഷ്ണനുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇല്ലേ, പാരിജാതം, ഇങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ നമ്മുടേതായ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണെന്നുള്ള ചിന്ത സനാതനധർമ്മത്തിന്റെ ഭാഗമാണ്. അതാണ് പലതരം പൂക്കൾക്ക് പല പ്രത്യേകതകളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ പലതരം പൂക്കൾ, ചില പൂക്കൾ ക്ഷേത്രങ്ങളിൽ നിന്ന് ദേവസ്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞ അടുത്ത കാലത്തൊക്കെ പല ചർച്ചകളും ഒക്കെ വന്നിരുന്നതാണ്. അത് ഹിന്ദുമതത്തിനെതിരായിട്ട് എന്ത് സാധനം ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും ഉപയോഗിക്കുക എന്നുള്ള ധാരണ കൊണ്ട് വന്നാണത്. അതുകൊണ്ട് ഹക്കീമിനെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് ഹിന്ദുക്കൾക്കെതിരെ നീങ്ങിയാൽ മതിയായിരുന്നു. അപ്പം പോലീസിന്റെ അന്നത്തെ ആക്ഷൻ ഹിന്ദു വിരുദ്ധമായിരുന്നു. ഇതാണ് കോടതി വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു മതത്തിന് വേണ്ടി ഈ സർക്കാർ നിലകൊള്ളാൻ പാടില്ലായിരുന്നു, പോലീസും നിലകൊള്ളാൻ
പാടില്ലായിരുന്നു. ഇത് ഇങ്ങനെയല്ല. ക്രമസമാധാന നില മര്യാദയ്ക്ക് നിലനിർത്തേണ്ടത്. മതസ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരുത്തന് ഹക്കീം എന്ന് പറഞ്ഞൊരുത്തന് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുമെങ്കിൽ ആ പ്രവൃത്തി തടയേണ്ട ചുമതല പോലീസിനുണ്ടായിരുന്നു. പോലീസ് അവിടെ പോലീസിന്റെ പണിയെടുത്തില്ല. ഈ പോലീസ് ഹിന്ദു വിരുദ്ധ പോലീസാണ്. അതാണ് പറ്റിയത്. ഈ പാർട്ടിക്ക് വേണ്ടി, ഹിന്ദു വിരുദ്ധമായി പാർട്ടിക്ക് വേണ്ടി വിടുപണിയെടുക്കുന്ന പോലീസാണ് കേരളത്തിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.